നല്ല രസല്ലേ? നമസ്കാരം. ഇപ്പോൾ നിൽക്കുന്നത് വൃന്ദാവനത്തിലല്ല കേട്ടോ. ഇതാ കണ്ടോ, ആർ കെ മെമ്മോറിയൽ ഗാർഡൻ. ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന വഴിയിൽ 8 മുനയിലാണ്. ഇതാണ് ജയപ്രകാശ് സാർ. വൃന്ദാവനത്തെ പോലെ തന്നെ പ്രകൃതി ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് പൂർണ്ണ സൗന്ദര്യത്തിൽ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്താ കഥ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരും കേട്ടോ. ഞാൻ ജയപ്രകാശ്. ഈ ഗാർഡൻ ചെയ്തിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗൾഫുകാരനായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ ചെയ്തു തുടങ്ങിയതാണ് ഈ ഗാർഡൻ. അപ്പോൾ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ അച്ഛൻ കൃഷിക്കാരനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കുറേ കൃഷി ഉപകരണങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണാനും ഒരു അവസരമാണ്. എല്ലാ കുട്ടികൾക്ക് ഇവിടെ വരാം. അതെ, അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങാം. അതായത് ഇവിടെ ചെയ്തിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് നിരവധി സസ്യങ്ങളുണ്ട്. പക്ഷേ പാഴ്വസ്തുക്കൾ, നമ്മൾ പാഴാണ് അല്ലെങ്കിൽ ഇത് കേടായി കളയാം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഓരോ വസ്തുവിനെയും എടുത്ത് വീണ്ടും അതിനകത്ത് സസ്യങ്ങളെല്ലാം വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു മിനി പാർക്ക്. കുട്ടികൾക്ക് കാണാൻ കൗതുകം തോന്നും. ഓരോന്നും കുട്ടികളെന്നല്ല, നമ്മൾ ഓരോരുത്തരും കാണണം. ഒരുപാട് പ്ലാസ്റ്റിക് നമ്മുടെ ഭൂമിയിൽ നിറയുന്ന ഒരു സമയമാണ് അല്ലേ. പ്ലാസ്റ്റിക് ആയി അല്ലെങ്കിൽ വേസ്റ്റായി തള്ളുന്ന ഓരോ പ്ലാസ്റ്റിക്കിനെയും അദ്ദേഹം ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ക്രിയേറ്റിവിറ്റി ഇതിന് പുറകിലുണ്ട്. എല്ലാം ഇതിനകത്തുള്ള എല്ലാം കാണാനായിട്ട് ഭംഗിയാണ്. അപ്പോൾ ഒഴിവ് സമയങ്ങളിൽ കുട്ടികളെ കൊണ്ടുവന്നാൽ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ എന്നുള്ളത്. അപ്പോൾ ഓരോ നിമിഷവും നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഇവിടെ വന്ന് കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ കുറേ സ്കൂളിലെ കുട്ടികളൊക്കെ വരാറുണ്ട്. ഈ ലൊക്കാലിറ്റിയിൽ അകലിന്നൊക്കെ വരാറുണ്ട്. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ പുതുതലമുറ ഇത് കണ്ട് പഠിക്കണം, ഇതുപോലെ ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്കിതിൻ്റെ മറ്റ് കാഴ്ചകൾ കുറച്ചൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിരട്ടയാണ്. പുറകിൽ കണ്ടില്ലേ?